നമ്മുടെ തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പൂരപ്പറമ്പിലെത്തിയിട്ടുണ്ട്. ആഷ്മിക്കൊപ്പം അദ്ദേഹം ചേർന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആഷ്മി, നമ്മുടെ മന്ത്രി എത്തിയോ? മന്ത്രി ശ്രീ വി എൻ വാസവനുണ്ട്. എസ് കെ എന്നോട് അന്വേഷിച്ചു. അന്വേഷണം പറഞ്ഞു. നമസ്കാരം. 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 അപ്പം കാര്യങ്ങൾ ഗംഭീരമായി പോയി. സാമ്പിൾ ഗംഭീരമായിരുന്നു. ഇന്നലത്തെ പൂര വിളംബരം അതിഗംഭീരമായി. അപ്പോൾ ഇക്കുറി പൂരം കഴിഞ്ഞ തവണത്തെ ആ ചെറിയ ക്ഷീണമൊക്കെ മാറ്റുന്ന ഒരു ഉറപ്പാണ് മിനിസ്റ്ററല്ലേ? നിശ്ചയമായും ഈ വർഷത്തെ പൂരം ഇതുവരെ നടന്ന പൂരത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന, ഏറ്റവും കൂടുതൽ ജനപങ്കാളിത്തവും സംഘാടന മികവ് കൊണ്ടും അതോടൊപ്പം തന്നെ വർണ്ണവിസ്മയങ്ങൾ തീർക്കുന്ന രംഗത്തുമെല്ലാം ഏറ്റവും നല്ല മനോഹരമാക്കി തീർക്കുന്നതിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളാണ് ഞങ്ങൾ കാലേകൂട്ടി നടത്തിയത്. അത് ഫലം കണ്ടിരിക്കുന്നു എന്നാണ്. കൊടിയേറ്റ് മുതൽ ഇങ്ങോട്ടെടുത്താൽ, അതുപോലെ സാമ്പിൾ വെടിക്കെട്ടെടുത്താൽ, പൂര വിളംബരം എടുത്താൽ, ഇങ്ങനെയെല്ലാം ആ അർത്ഥത്തിലേക്ക് ഇതുവരെയുള്ളത് വിജയകരമായി കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് രാവിലെ ഇപ്പോൾ കണിമംഗലത്ത് ശാസ്താവിൻ്റെ ഇവിടുന്ന് ആദ്യം വന്ന പൂരം ഇപ്പോൾ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതും ഭംഗിയായി നടന്നു. ഇനി 7 ചെറുപൂരങ്ങൾ കൂടിയാണ് എത്തിച്ചേരേണ്ടത്. അതെല്ലാം വന്നു കഴിയുന്നതോടുകൂടി പാറമേക്കാവും തിരുവാമ്പാടിയും ഒരു കൂട്ടർ എലഞ്ഞിത്തിറമേളവും മറ്റൊരു കൂട്ടർ പഞ്ചവാദ്യവും പാണ്ടിമേളവും ഇതെല്ലാമായി രംഗപ്രവേശം ചെയ്യും. അത് കഴിഞ്ഞാൽ വൈകുന്നേരം കുടമാറ്റം, അതിനുശേഷം വെടിക്കെട്ട്. അങ്ങനെ പൂരം അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ ലക്ഷ്യത്തിൽ വ്യാപ്തിയിലെത്തിക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളും സംസ്ഥാന ഗവൺമെൻറ്, ദേവസ്വം ബോർഡ്, അതേപോലെ തന്നെ കോർപ്പറേഷന്, ഇവിടുത്തെ ദേവസ്വം ഭാരവാഹികൾ എല്ലാം ചേർന്ന് നടത്തിയ കൂട്ടായ പരിശ്രമങ്ങൾ നല്ല ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതുവരെയുള്ള അനുഭവങ്ങൾ വിശദീകരിക്കാൻ. മിനിസ്റ്റർ ഒറ്റ സെക്കൻഡ്, ഈ ബാരിക്കേഡുകളില്ലാത്ത, അതിർത്തികളില്ലാത്ത പൂരം എന്നാണ് എല്ലാവരും ഇത്തവണ പറഞ്ഞത്. അത് അങ്ങനെ തന്നെയാണോ? നിശ്ചയമായും ആളുകളെ ഒരു തരത്തിലും നമ്മൾ തടഞ്ഞു നിർത്തുന്നില്ല. ജനങ്ങൾ ഒഴുകിയെത്തുന്നത് പൂരം ആസ്വദിക്കാൻ വേണ്ടിയാണ്. അതിൽ മേള ആസ്വദിക്കുന്നവരുണ്ട്, വെടിക്കെട്ട് ആസ്വദിക്കുന്നവരുണ്ട്, കുടമാറ്റം ആസ്വദിക്കുന്നവരുണ്ട്, അതുപോലെ ആചാരാനുഷ്ഠാനങ്ങളകത്ത് നടക്കുന്ന ആസ്വദിക്കുന്നവരുണ്ട്. അങ്ങനെ വിവിധ തരത്തിലാണ് ഈ പൂരത്തിൻ്റെ ആസ്വാദന രീതി ജനങ്ങളിലുള്ളത്. അത് ഓരോരുത്തർക്കും അവരുടെ അഭിരുചി അനുസരിച്ച് ആസ്വദിക്കാൻ കഴിയുന്ന രൂപത്തിലേക്കാണ് വർണ്ണവിസ്മയങ്ങൾ തീർത്തുകൊണ്ട് പൂരം അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് പൊതുവിൽ പറയാനുള്ളത്. അപ്പോൾ എസ് കെ, നമുക്കറിയാം കഴിഞ്ഞ തവണ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇന്നലെ കഴിഞ്ഞ തവണ നമുക്കറിയാം ചെറുതല്ലാത്ത ചില പ്രശ്നങ്ങളുണ്ട്. അത് ഇക്കുറി പക്ഷേ ഇന്നലെ എസ് കെ പോലീസുകാർക്ക് നാട്ടുകാരോടൊക്കെ ഭയങ്കര സ്നേഹമാണ്. ഏതെങ്കിലും തരത്തിൽ കഴിഞ്ഞ തവണ നമ്മളിവിടെ വരുമ്പോൾ എസ് കെ സത്യം പറയാം, എസ് കെ ഈ സമയമൊക്കെ ആകുമ്പോൾ തന്നെ അമിത നിയന്ത്രണം കൊണ്ട് പോലീസുകാർ വീർപ്പൂട്ട് ചെയ്യുന്ന കാഴ്ച നമ്മൾ കഴിഞ്ഞ തവണ നമുക്ക് നേരിട്ട് ബോധ്യപ്പെട്ടാണ്. ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴേക്കൊക്കെ അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി നിൽക്കുന്നതുകൊണ്ട് ആകെ ഒരു ഹാർഷായ സമീപനമൊക്കെ കൊണ്ട് നമുക്ക് ഭ്രാന്തായതാണ്. അപ്പോൾ ഇത്തവണ എന്തായാലും അത്തരത്തിലുള്ള ഒരു കാര്യം ഉണ്ടാവില്ല.